ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത്രയും ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാംസ് ഒക്കെ അറേ വെച്ചിട്ടായിരുന്നു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഡേറ്റ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാണ്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിലെ വാല്യൂസ് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ അറേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറേ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. അതിൽ ലീനിയർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു അറേ എടുക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ പ്രീവിയസ് എലമെന്റ്, അതിന്റെ നെക്സ്റ്റ് എലമെന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ലീനിയർ ഓർഡറിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ലീനിയർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ്. ഒരു ഡേറ്റ എലമെന്റ് എടുത്താൽ അതിന്റെ തൊട്ട് മുന്നത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത എലമെന്റ് ആണ് അതിന്റെ പ്രീവിയസ് എലമെന്റ്, അതിന്റെ നെക്സ്റ്റ് ലൊക്കേഷനിലുള്ള എലമെന്റ് ആണ് അതിന്റെ നെക്സ്റ്റ് എലമെന്റ്. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറേജ് ലൊക്കേഷൻ വെച്ചിട്ടാണ് അതിന്റെ ലീനിയർ ഓർഡർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറേ പോലെ തന്നെ അങ്ങനെ ലീനിയർ ഓർഡറിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ലീനിയർ കളക്ഷൻ ഓഫ് ഡേറ്റ എലമെന്റ്സ് കോൾഡ് നോഡ്സ് where the linear order is given by means of pointers. അതായത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്തെ എലമെന്റ്സിനെ നമ്മൾ നോഡ്സ് എന്നാണ് പറയുക. അതിനകത്ത് ആ എലമെന്റ്സ് തമ്മിലുള്ള ലീനിയർ ഓർഡർ കീപ്പ് ചെയ്യുന്നത് പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു അറയിൽ നമ്മൾ ലീനിയർ ഓർഡർ കീപ്പ് ചെയ്യുന്നത് അവർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണെന്ന്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോറേജ് ലൊക്കേഷൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി അഡ്ജസന്റ് ആയിരിക്കില്ല എലമെന്റ്സ്. അതായത് എലമെന്റ് അതിന്റെ അഡ്ജസന്റ് എലമെന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റിന് നെക്സ്റ്റ് എലമെന്റിലേക്ക് ഒരു പോയിന്റർ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷനൊക്കെ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ലിങ്ക് ലിസ്റ്റിനകത്ത് ഓരോ എലമെന്റിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുക. നോഡ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പോയിന്റേഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നോഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് പോയിന്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്, ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിട്ട്. പിന്നെ നമുക്ക് എന്തിനാണ് വൈ വി ആർ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് അത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറേയുടെ ലിമിറ്റേഷൻസ് പറയണം. അപ്പോൾ അറേയുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദി അറേ ഇസ് ഫിക്സ്ഡ്. അതായത് നമുക്കറിയാം, നമ്മളൊരു അറേ വെച്ചിട്ടൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യില്ലേ? ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാണ് ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എ എന്ന് പറഞ്ഞതൊരു ഇൻറ്റിജർ അറേയാണ്. അതിനകത്ത് 10 എലമെന്റ്സ് ആണ് നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറേ ഡിക്ലറേഷൻ കാണുമ്പോൾ തന്നെ എന്താണ്, അവിടെ 10 എലമെന്റ്സ് അറേക്ക് വേണ്ടിയിട്ട് അവിടെ അലോക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിനകത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു 15 എലമെന്റ്സ് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 11th എലമെന്റ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അതിന്റെ സൈസ് 10 എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ അറേയുടെ സൈസ് പറയുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാക്സിമം 1000 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യേണ്ടി വരും തോന്നുകയാണെങ്കിൽ നമ്മൾ 1000 സൈസുള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യും. 1000 എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പം അതിനകത്ത് വേണമെങ്കിൽ എനിക്ക് 5 എലമെന്റ്സേ ഉള്ളൂന്നുണ്ടെങ്കിൽ 5 എലമെന്റ്സ് മാത്രം സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള മെമ്മറി മുഴുവൻ വേസ്റ്റ് ആണ്. അപ്പം അതാണ് അറേയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഇനി ഇറ്റ് സ്റ്റോർസ് ഇൻ കണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻസ്. അതായത് നമ്മൾ അറേ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? ഫസ്റ്റ് എലമെന്റ് ഇവിടെ സ്റ്റോർ ചെയ്താൽ അതിന്റെ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിലാണ് അടുത്ത എലമെന്റ്. ഇങ്ങനെ കണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻസ് ആയിട്ടായിരിക്കും ഒരു അറേക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അറേ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറേയുടെ സൈസ് എത്രയാണോ അത്രയും സൈസ് മെമ്മറി ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്ക്, അത്രയും കണ്ടിഗ്യുവസ് സ്പേസ് മെമ്മറിയിൽ ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അറേ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പം അതാണ് അറേയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. ദെൻ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ എക്സ്പെൻസീവ്. അതായത് നമുക്കിപ്പോൾ ഒരു അറേയുടെ അകത്ത് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക? നമുക്കിപ്പോൾ ഒരു 100 എലമെന്റ്സുള്ള ഒരു അറേ ഉണ്ട്. അതിന്റെ 10th പൊസിഷനിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10th പൊസിഷൻ മുതലുള്ള മുഴുവൻ വാല്യൂസും ഒരു പൊസിഷൻ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് 100 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് 99-ലായിരിക്കും ഇരിക്കുന്നത്. 99 എലമെന്റ് എടുത്ത് 100-ൽ വെക്കും, 98-ൽ അത് 99-ൽ വെക്കും. അങ്ങനെ നമ്മൾ ഓരോ ഒന്നിനെയും ഫ്രണ്ടിലേക്ക് ഓരോ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് 10th പൊസിഷനിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഒരു ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, എനിക്ക് ഫസ്റ്റ് പൊസിഷനിൽ ഡേറ്റ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡിലെ വാല്യൂ ഫസ്റ്റിൽ വെക്കും, തേർഡിലെ വാല്യൂ സെക്കൻഡിൽ വെക്കും. അങ്ങനെ എവിടെയാണോ ഡിലീഷൻ നടത്തേണ്ടത് അതിന്റെ തൊട്ടടുത്ത പൊസിഷൻ മുതലുള്ള എല്ലാം ബാക്കിലേക്ക് ഒരു പൊസിഷൻ മൂവ് ചെയ്ത് വെക്കും. അപ്പോൾ അത്രയും ഹെവിയാണ് ഇൻസേർഷൻസും ഡിലീഷൻസും അറേയിൽ. അപ്പം അതാണ് അറേയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അറേക്കുള്ളതുകൊണ്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് അറേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ലാത്ത ഒരു ഡേറ്റ സ്ട്രക്ചറാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് ഓവർ അറേ ആണ് ഈ 3 പോയിന്റ് പറഞ്ഞത്. അതിന് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൈനാമിക് സൈസ് ആണ്. അതായത് നമ്മൾ അറേയുടെ പറഞ്ഞു ഫിക്സ്ഡ് സൈസ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റിന് ഡൈനാമിക് സൈസ് ആണെന്ന് പറയാൻ കാരണം എനിക്കിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് 10 വാല്യൂസ് ആ സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ 10 നോഡ്സ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. 5 വാല്യൂസ് ആണെങ്കിൽ 5 നോഡ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എക്സ്ട്രാ ഫ്രീ ആയി കിടക്കുന്ന നോഡ്സ് ഉണ്ടാവില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും എനിക്ക് 10 നോഡ്സ് ഉള്ളതിനകത്ത് എനിക്ക് വേണമെങ്കിൽ 100 നോഡ്സ് ആക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയ നോഡ് ആഡ് ചെയ്യാം, പഴയ നോഡ്സ് ഡിലീറ്റ് ചെയ്ത് സൈസ് കുറയ്ക്കാം ഒക്കെ ചെയ്യാം. അത് ഡൈനാമിക് ആയിരിക്കും അതിന്റെ സൈസ്. ദെൻ ഇറ്റ് സ്റ്റോർസ് അറ്റ് എനി അവൈലബിൾ സ്പേസ്. അതായത് അറയിലെ പോലെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് അവൈലബിൾ ആവണം. എനിക്ക് 1000 വാല്യൂസ് സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ ഈ 1000 വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയിൽ എവിടെയെങ്കിലുമൊക്കെ സ്കാറ്റേർഡ് ആയിട്ട് അത്രയും സ്പേസ് ഉണ്ടായാൽ മതി. പക്ഷെ അതിലെ വാല്യൂസ് നമ്മൾ സ്കാറ്റേർഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക, പല പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് വാല്യൂ ടു സെക്കൻഡ് വാല്യൂ നമ്മളിങ്ങനെ പോയിന്റേഴ്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്ത് വെക്കും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സ്പേസ് അവൈലബിൾ ആയാൽ മതി. ദെൻ ഈസ് ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഇൻസേർഷൻസും ഡിലീഷൻസും അറേനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഈസിയാണ്. അത് ലിങ്ക് ലിസ്റ്റിന്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇൻസേർഷനും ഡിലീഷനും ഈസി ആയിട്ടുള്ളത്. അത് അപ്പോൾ പറയാം. അപ്പോൾ നെക്സ്റ്റ്, ഹൗ ലിങ്ക് ലിസ്റ്റ് ഇസ് റെപ്രസെന്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിങ്ക് ലിസ്റ്റിലെ ഓരോ ഡേറ്റ എലമെന്റും ഓരോ നോഡായിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റിന് നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ടാണുള്ളത്, ഒരു ഡേറ്റ പാർട്ടും പോയിന്റർ പാർട്ടും. ഡേറ്റ പാർട്ടിനകത്താണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ ഉണ്ടാവുക. പോയിന്റർ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് നോഡ് ഇൻ ദി ലിങ്ക് ലിസ്റ്റ്. അതായത് നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് 5, 6, 7 ഇങ്ങനെ 3 വാല്യൂസാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാം. അതായത് 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു നോഡ് ഉണ്ട്, 6 സ്റ്റോർ ചെയ്യാൻ ഒരു നോഡ്, 7 സ്റ്റോർ ചെയ്യാൻ ഒരു നോഡ്. ഏത് നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ പാർട്ട്. ആ ഡേറ്റ പാർട്ടിലാണ് നമ്മൾ 5, 6, 7 ഒക്കെ വെക്കുക. അതിന് ഒരു പാർട്ടും കൂടെ ഉണ്ട്, പോയിന്റർ പാർട്ട്. പോയിന്റർ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് നോഡ്. അപ്പോൾ നമുക്ക് 5ന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡ് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് ഇരിക്കുന്നത്. 6ന്റെ നോഡ് 5010 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ്. 7ന്റെ നോഡ് 5120 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ നോഡ്സിലൊക്കെ 5, 6, 7 ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റ് ആണ് 6 എന്ന് പറയണം. 6 കഴിഞ്ഞാൽ വരുന്ന എലമെന്റ് ആണ് 7 എന്ന് പറയണം. അതെങ്ങനെയാ പറയാന്ന് വെച്ചാൽ അത് ഈ പോയിന്റർ വെച്ചിട്ടാണ് പറയാം. അതായത് 5 എന്ന് പറഞ്ഞ നോഡിന്റെ പോയിന്റർ പാർട്ടിൽ 6 എന്ന് പറഞ്ഞ നോഡിന്റെ അഡ്രസ് ഉണ്ടാവും. 6 5010 എന്ന് പറഞ്ഞ അഡ്രസ്സിലുള്ള 5ന്റെ പോയിന്റർ പാർട്ടിൽ 5010 വെച്ചു. ഇനി 6 കഴിഞ്ഞാൽ വരുന്ന എലമെന്റ് 7 ആണ്. 7 വെച്ചിരിക്കുന്ന നോഡിന്റെ അഡ്രസ് 5120 ആണ്. അപ്പോൾ 6ന്റെ പോയിന്റർ പാർട്ടിൽ നമ്മൾ 5120 വെക്കും. ഇതിന്റെ മീനിങ് 5 ആണ് ഫസ്റ്റ് എലമെന്റ്, നെക്സ്റ്റ് എലമെന്റ് ഇരിക്കുന്നത് 5010ലാണ്, അത് 6 ആണ്. അതിന്റെ നെക്സ്റ്റ് എലമെന്റ് ഇരിക്കുന്നത് 5120ലാണ്, അത് 7 ആണ്. 7ന്റെ പോയിന്റർ പാർട്ടിൽ നമ്മൾ നൾ എന്നാണ് വെച്ചത്. നൾ എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എലമെന്റും ഇല്ലെങ്കിൽ ദിസ് പോയിന്റർ ഇസ് പോയിന്റിങ് ടു നൾ. ആ രീതിയിലായിരിക്കും നമ്മൾ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 വാല്യൂസ് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എടുക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ പോയിന്ററും കൂടെ കീപ്പ് ചെയ്യും. ദാറ്റ് പോയിന്റർ പോയിന്റ്സ് ടു ദി ഫസ്റ്റ് നോഡ്. ഇതിൽ ഫസ്റ്റ് നോഡ് ഏതാണ്? 5 സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡാണ്. അത് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റർ എടുത്തു, സ്റ്റാർട്ട്. അപ്പോൾ പോയിന്റർ ടു ദി ഫസ്റ്റ് നോഡ്, ഇതൊരു സ്പെഷ്യൽ പോയിന്ററാണ്. അതിന് നമ്മൾ സ്റ്റാർട്ട് എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയും. ഇപ്പം അങ്ങനെ പല പേരിലും നമ്മൾ ആ ഫസ്റ്റ് പോയിന്ററിനെ പറയാറുണ്ട്. അപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള അൽഗോരിതംസിലും പ്രോഗ്രാംസിലും ഒക്കെ ഈ പോയിന്ററിനെ സ്റ്റാർട്ട് എന്നാണ് പേര് കൊടുക്കാൻ പോണത്. അപ്പം അതിന് ഹെഡ് എന്നോ ഫസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പം സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ആ പോയിന്ററിനകത്ത് ഉണ്ടാവുക ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സാണ്. അപ്പം നമ്മളൊരു അറേ ആക്സസ് ചെയ്യുക എങ്ങനെയാണ്? അറേയുടെ ഫസ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറേ നെയിമിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് അറേ നെയിം കിട്ടിയാൽ നമുക്ക് അതിൽ ഓരോ വാല്യൂസ് ആയിട്ട് എടുക്കാം. അറേ നെയിം എ ആണെങ്കിൽ A0, A1 അല്ലെങ്കിൽ A10 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനകത്ത് വാല്യൂസ് എടുക്കാം. അപ്പം അതുപോലെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുനിന്ന് വാല്യൂസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റർ ആയിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുനിന്ന് വാല്യൂസ് എടുക്കുക. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് സ്റ്റാർട്ട് എന്നൊരു പോയിന്റർ ഉണ്ട്, ദാറ്റ് പോയിന്റ്സ് ടു ദി ഫസ്റ്റ് നോഡ്. ഓരോ നോഡിലും നമ്മൾ അതിന്റെ വാല്യൂസ് എഴുതും. അവിടെ നിന്ന് പിന്നെ അതിന് പോയിന്റർ ഉണ്ടാവും അതിന് നെക്സ്റ്റ് നോഡിലേക്ക്. അങ്ങനെ വാല്യൂ പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് നോഡ് രീതിയിൽ നമ്മളിങ്ങനെ വരയ്ക്കും. ലാസ്റ്റ് പോയിന്റ്സ് ടു നൾ, ലാസ്റ്റ് പോയിന്റർ. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുക.
ഇനി നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ അൽഗോരിതംസ് ഒക്കെ എഴുതുമ്പോൾ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന നോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നോഡിനെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ 6നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. അൽഗോരിതംസിലൊക്കെ ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡേറ്റ പാർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡേറ്റ പാർട്ട് ഓഫ് ദിസ് നോഡ്, അതായത് 6. ദെൻ നെക്സ്റ്റ് ഓഫ് നോഡ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡേറ്റ പാർട്ട്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റർ. അപ്പോൾ ഡേറ്റ ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ്. അപ്പോൾ ഡേറ്റ ഓഫ് ദിസ് നോഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ്. അപ്പം നെക്സ്റ്റ് ഓഫ് ദിസ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്താ 5120 എന്ന് പറഞ്ഞ അഡ്രസ്സാണ്. അപ്പം നെക്സ്റ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ ഈ നോഡാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ അൽഗോരിതംസിലൊക്കെ എഴുതുക. അപ്പോൾ ഡേറ്റ ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോഡിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ പാർട്ട്, നെക്സ്റ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോയിന്റർ പാർട്ട്. പോയിന്റർ പാർട്ട് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് നോഡ് തന്നെ. നെക്സ്റ്റ് നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോഡ് നമ്മൾ പറയുക നെക്സ്റ്റ് ഓഫ് നോഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമ്മളൊരു C പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഈ നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോഡിനകത്ത് 2 ടൈപ്പ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് നോഡിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്ററാണ്. ഈ 2 എണ്ണം ചേർന്നതാണ് നമ്മുടെ ഒരു നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചറാണ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ സ്ട്രക്ചർ നോഡ് എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തത്. അതിനകത്ത് 2 വാല്യൂസ് ആണുള്ളത്. ഒരു ഇൻറ്റീജർ വാല്യൂ ഉണ്ട്, ഒരു പോയിന്റർ വാല്യൂ ഉണ്ട്. ഇൻറ്റീജറാണ് നമ്മുടെ ഡേറ്റ എലമെന്റ് എന്ന് പറയുന്നത്. ഇനി പോയിന്റർ, നമ്മളിപ്പോൾ ഒരു ഇൻഡ് സ്റ്റാർ പി എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? പി ഈസ് എ പോയിന്റർ പോയിന്റിങ് ടു ഇൻറ്റീജർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത്? വേറൊരു നോഡിലേക്കാണ്. അപ്പോൾ ഈ നോഡിൻ്റെ ടൈപ്പ് എന്താണ്? സ്ട്രക്റ്റ് നോഡാണ്. അപ്പോൾ ഈ പോയിന്ററിൻ്റെ ടൈപ്പ് എന്താ വേണ്ടത്? ദിസ് ഇസ് എ പോയിന്റർ പോയിന്റിങ് ടു സ്ട്രക്റ്റ് നോഡ്. അതാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് പോയിന്ററിന് പേര് കൊടുത്ത നെക്സ്റ്റ് എന്നാണ്. ദാറ്റ് പോയിന്റിങ് ടു സ്ട്രക്റ്റ് നോഡ്, അതായത് സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. അതായത് ഇൻഡ് സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ പി പോയിന്റിങ് ടു ഇൻറ്റീജർ ആണ്. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റിങ് ടു സ്ട്രക്റ്റ് നോഡ്. ഇങ്ങനെയായിരിക്കും ഇതാണ് നമ്മുടെ ഒരു നോഡിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ C പ്രോഗ്രാം എഴുതുമ്പോൾ. അത്രയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിന് കുറച്ച് ഡ്രോബാക്സും കൂടെ ഉണ്ട്. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് നോട്ട് അലൗഡ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടതാണ്, നമ്മൾ ഇങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റ് ആക്സസ് ചെയ്യുക. നമുക്കൊരു സ്റ്റാർട്ട് നോഡ് ഉണ്ട്. സ്റ്റാർട്ടിൽ നിന്ന് ഫസ്റ്റ് നോഡിലേക്ക് പോകും, ഫസ്റ്റ് നിന്ന് സെക്കൻഡ് നോഡിലേക്ക് പോകും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് 5th നോഡ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിലുള്ളത് സ്റ്റാർട്ട് പോയിന്ററാണ്. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞ് ഓരോ നോഡിലൂടെയും പോയിട്ടേ 5th നോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് സീക്വൻഷ്യലായിട്ട് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റാൻഡം ആക്സസ് ആവശ്യമുള്ള കേസിൽ ഇപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് ഒക്കെ ചെയ്യാണ്. ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് എപ്പോഴും മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. ഓരോ അറേയുടെയും മിഡിൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ അത് ലിങ്ക് ലിസ്റ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ലിസ്റ്റിലെ ടോട്ടൽ വാല്യൂസിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നേരെ നടുക്കിലേക്ക് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലിങ്ക് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ദെൻ എക്സ്ട്രാ മെമ്മറീസ് റിക്വയർഡ് ഫോർ പോയിന്റേഴ്സ്. അതിപ്പോൾ ഒരു അറേയുടെ അകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ മാത്രം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യണുള്ളൂ. ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലോ നമുക്ക് ഓരോ ഡേറ്റയുടെ കൂടെയും എനിക്കിപ്പോൾ 5 വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 5 ഇൻറ്റീജേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും വേണം, കൂടെ 5 പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കൂടെ വേണം. അപ്പോൾ ഒരു എക്സ്ട്രാ സ്പേസ് അല്ലെങ്കിൽ പോയിന്ററിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ മെമ്മറി നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരികയാണ്. ദെൻ ലിങ്ക് ലിസ്റ്റ് ആർ നോട്ട് ക്യാഷ് ഫ്രണ്ട്ലി. നമുക്കറിയാം ക്യാഷ് മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ആക്സസ് ചെയ്യുന്ന ഡേറ്റ ഉണ്ടാവുക. അങ്ങനെ ഒരു ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഡേറ്റ എടുത്തിട്ട് ക്യാഷിലേക്ക് മൂവ് ചെയ്യുക. അതേസമയം ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലൊന്നുമല്ല, സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണില്ല. അതുകൊണ്ട് ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാഷ് ഫ്രണ്ട്ലി അല്ല. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ലിങ്ക് ലിസ്റ്റിനകത്ത് ഇൻസേർഷൻസും ഡിലീഷൻസും ഒക്കെ എളുപ്പമാണെന്ന്. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് 5നും 6നും ഇടയ്ക്ക് എനിക്ക് 9 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9ന് വേണ്ടിയിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ 5 ഇനി പോയിന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ 6ലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. 5 ഇനി 9ലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. 9 പോയിന്റ് ചെയ്യുന്നത് 6ലേക്കാണെന്ന് പറഞ്ഞാൽ മതി. അത്ര എളുപ്പമാണ് അത് ചെയ്യാൻ.
അല്ലാണ്ട് നമ്മൾ ഷിഫ്റ്റിംഗ് ഒന്നും അവിടെ ആവശ്യം വരില്ല. അതുപോലെ എനിക്കിപ്പോൾ ഈ 5നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? സ്റ്റാർട്ട് പോയിന്റ് ചെയ്യണത് നെക്സ്റ്റ് നോഡിലേക്കാന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ 5ന്റെ അപ്പുറത്തെ നോഡിലേക്കാണ് അതിന്റെ പ്രീവിയസ് നോഡ് പോയിന്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് നമുക്ക് വാല്യൂ ഷിഫ്റ്റിംഗ് അവിടെ ആവശ്യം വരില്ല. ഓക്കെ, ഇത്രയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ടൈപ്സ് നോക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞ ലിങ്ക്ഡ് ലിസ്റ്റ്, അതായത് ഓരോ വാല്യൂസ് ഉണ്ട്, ഓരോ വാല്യൂ കുറെ ഡേറ്റ നോഡ്സ് ഉണ്ട്, ഓരോ നോഡും പോയിന്റിംഗ് ടു നെക്സ്റ്റ് നോഡ്, ലാസ്റ്റ് നോഡ് പോയിന്റിംഗ് ടു നോഡ്, ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റ്. ആ ലിങ്ക്ഡ് ലിസ്റ്റിനെയാണ് നമ്മൾ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ലിങ്ക്ഡ് ലിസ്റ്റ്, വൺ വേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊക്കെ പറയും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഓർ ടു വേ ലിങ്ക്ഡ് ലിസ്റ്റ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു എലമെന്റിനകത്ത് നമുക്ക് അതിന്റെ നെക്സ്റ്റ് എലമെന്റ് ഏതാണെന്നേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് എലമെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന്റെ പ്രീവിയസ് എലമെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ബാക്കിലേക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 പോയിന്റേഴ്സ്, ഫ്രണ്ടിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററും ബാക്കിലേക്കുള്ളൊരു പോയിന്ററും, അങ്ങനെ 2 വേ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റിനെയാണ് നമ്മൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ 2 വേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സർക്കുലർ ഫാഷനിലാണ്. നമുക്ക് ഒരു നോഡ് ഉണ്ട്, അത് പോയിന്റിംഗ് ടു നെക്സ്റ്റ് നോഡ്, ദാറ്റ് ഇസ് പോയിന്റിംഗ് ടു നെക്സ്റ്റ് നോഡ്, ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളൊരു നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെ ലാസ്റ്റ് നോഡ് പോയിന്റിംഗ് ടു നള്ളാണ്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് പോയിന്റിംഗ് ടു ദി ഫസ്റ്റ് നോഡ്. അപ്പോൾ ഒരു സർക്കുലർ ഫാഷനിലായിരിക്കും. നമുക്കിതിൽ ഏതെങ്കിലും ഒരു നോഡ് ആക്സസ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് അവിടെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു നോഡിലേക്കുള്ള ഏതെങ്കിലും ഒരു നോഡിന്റെ പോയിന്റർ നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ആക്സസ് ചെയ്യാം. ഏത് നോഡ് കിട്ടിയാലും അവിടുന്ന് സർക്കുലർ ആയിട്ട് നമുക്ക് ബാക്കി ഏത് നോഡിലും എത്താം. അപ്പം അങ്ങനെയുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെയാണ് നമ്മൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ടൈപ്പും കൂടെ ഉണ്ട്, ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് നോഡ് പറഞ്ഞില്ലേ, അല്ല സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റർ പറഞ്ഞില്ലേ, അതിന് പകരം ഹെഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു നോഡ് ഉണ്ടാവും. സ്റ്റാർട്ടിന് പകരം ഒരു ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു നോഡ് ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ള വേറെ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ അതിനകത്ത് വെക്കാം. അപ്പോൾ അത് ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിളിയോ ഡബിളിയോ ഒക്കെ ആവാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഹെഡർ പെടുത്താഞ്ഞത്. അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റും കൂടെ പറയും. ഇനി ബേസിക് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ ഏതൊരു ഡേറ്റ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഓപ്പറേഷൻസും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മുകളിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ് ഓൾ നോഡ്സ് വൺ ആഫ്റ്റർ ദി അതർ. ഇത് നമ്മൾ ഫസ്റ്റ് നോഡ് മുതൽ ലാസ്റ്റ് നോഡ് വരെ എല്ലാ നോഡിനകത്ത് കൂടെയും ഇങ്ങനെ കയറിപ്പോവാം. അതിനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണതിനാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയാം. ദെൻ ഇൻസേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു നോഡ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് അറ്റ് എ ഗിവൺ പൊസിഷൻ. അത് അതിന്റെ സ്റ്റാർട്ടിങ്ങിലാവാം, എൻഡിങ്ങിലാവാം, ഇടയ്ക്ക് ഏതെങ്കിലും പൊസിഷനിലൊക്കെ ആവാം. ദെൻ ഡിലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് എ സിംഗിൾ നോഡ് ഫ്രം ദി ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ സെർച്ചിങ്, നമ്മൾ ലീനിയർ സെർച്ച് ഒക്കെ ചെയ്തതാണ് അറേയുടെ അകത്ത്, അതുപോലെ സെർച്ച് ഫോർ ആൻ എലമെന്റ് വിത്തിൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ സോർട്ടിങ്, അറേഞ്ചിങ് ദി നോഡ്സ് ഇൻ സ്പെസിഫിക് ഓർഡർ. നമ്മൾ അറയിൽ പഠിച്ച സോർട്ടിംഗ് ഒക്കെ തന്നെ അത് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനകത്തും ചെയ്യാം. ദെൻ അപ്ഡേറ്റിംഗ് എ പെർട്ടിക്കുലർ നോഡ്. ദെൻ മെർജിങ് ടു ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻ ടു വൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ റിവേഴ്സിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 5, 7, 9 ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നേരെ റിവേഴ്സ് ചെയ്യുക. 9, 7, 5 എന്നുള്ള രീതിയിലായിരിക്കും അതിനെ നമ്മൾ ആക്സസ് ചെയ്യുക. അതിന് സ്റ്റാർട്ട് പോയിന്റിനെ നേരെ ലാസ്റ്റിൽ കൊണ്ടുവയ്ക്കുക, ലിങ്കുകളെല്ലാം ബാക്കിലേക്ക് സെറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ റിവേഴ്സിങ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇതിലെ ഓരോ ഓപ്പറേഷൻസ് ആയിട്ടായിരിക്കും കവർ ചെയ്യാം.